ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട എൻ്റെ CUET വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് പുതിയൊരു വാർത്തയുമായിട്ട് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷം സാധാരണ CUET എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള സമയം ഈ സാധാരണത്തേക്കാൾ നേരത്തെ വിളിച്ചിരുന്നു. അതായത് നമുക്കറിയാം ജനുവരിയിലായിരുന്നു, ജനുവരി 30 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ആ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളെ വിളിച്ചു, അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, പല ഡോക്യുമെൻറ്റ്സ് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് വേണ്ടി ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് NTA വീണ്ടും CUET എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ 3 ദിവസം മാത്രമേ ചാൻസ് ഉള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നിങ്ങളിവിടെ നോക്കുക. അതായത് NTA പറയുന്നത് പ്രകാരം ജനുവരി 3 മുതൽ 30 വരെയായിരുന്നു അതിൻ്റെ സമയം ഉണ്ടായിരുന്നത് ഈ വർഷം, അല്ലേ? പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലേ? 4 ഫെബ്രുവരിയിലേക്കൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ നോക്കൂ എന്താ സംഭവിച്ചത്, പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ NTA ഇതൊക്കെ ഒരുപാട് തവണ എന്ത് ചെയ്തു, റിക്വസ്റ്റുകൾ വന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും റീ ഓപ്പൺ ചെയ്തു. എന്ത് ചെയ്തു, റീ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് ഫ്രം 23 ഫെബ്രുവരി മുതലാണ്, ഇതുപോലെ 26 ഫെബ്രുവരി 23 ഫെബ്രുവരി മുതൽ 26 ഫെബ്രുവരി വരെയാണ് ഇതിൻ്റെ സമയം വരുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടില്ലേ? നമുക്ക് ഈ 3 ദിവസമാണ് 23 മുതൽ 26 വരെയുള്ളതാണ്. അപ്പോൾ CUET എക്സാമിന് അപ്ലൈ ചെയ്യാത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഉടൻ തന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കുക, വെബ്സൈറ്റിൽ പോവുക. അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NTAൻ്റെ വെബ്സൈറ്റ് nta.ac.in എന്നതിൽ അതുപോലെ തന്നെ CUET.nta.nic.in. അപ്പോൾ ഇതിൽ ഓരോ ദിവസം അപ്ഡേറ്റ്സുകൾ വരും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കംപ്ലീറ്റ് എങ്ങനെ A to Z കാര്യങ്ങൾ നമ്മുടെ എജുബ്ലിസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. ആ രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞാൽ CUETക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കൃത്യമായിട്ട് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. ബോർഡ് എക്സാം മാർച്ച് ഏപ്രിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. സോ 1 month നമുക്ക് മുമ്പിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞാൽ ആ ഒരു സമയം തന്നെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാം കഴിഞ്ഞിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു അബദ്ധ ധാരണയുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റണം. കാരണം നമ്മൾ ഇപ്പോഴേ തന്നെ പതിയെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം CUET എക്സാമിന് നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ +2 പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നമ്മുടെ ജനറൽ ടെസ്റ്റ് അതുപോലെ തന്നെ ലാംഗ്വേജുകൾക്കൊക്കെ ഫോക്കസ് കൊടുത്താൽ പിന്നെ ആ സമയത്ത് നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾക്ക് ഒരു റിവിഷനും ആവും. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ അതിൻ്റെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇപ്പോഴേ തന്നെ ബിൽഡ് ചെയ്യുക. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും CUET എക്സാം എഴുതാൻ ആഗ്രഹിക്കുകയോ നമ്മുടെ കോച്ചിങ് എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ എജുബ്ലിസിലിൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും, റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ. അതിനു പുറമെ തന്നെ നിങ്ങളുടെ നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഓരോ ടോപ്പിക്കുകളും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിലുള്ളത്. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അസസ് ചെയ്യാം. നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്തുകൊണ്ട് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ വീക്ക് ഏരിയകൾ കവർ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മികച്ച ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ കൂടെ നമ്മൾ നൽകുന്ന NCET എക്സാമിനും ഇതേ ഒരു പ്രത്യേകതയുണ്ട്. NCETയുടെയും സമയമായിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ B.Edഉം ഒരുമിച്ച് 4 വർഷം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു കരിയർ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അവയർനെസ് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കോഴ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള +2 കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന മികച്ച അവസരങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ ആ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം എക്സാം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴേക്കും അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകും. സോ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ലക്ഷ്യം ഉന്നതങ്ങളായിരിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിച്ച് ഏറ്റവും മികച്ച പ്ലേസ്മെൻറ്റിലൂടെ മികച്ചൊരു ജോലി കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.